എനിക്കറിയാം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. തന്റെ തലയ്ക്കകത്തെന്താ ചെളിയാണോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കങ്ങൊരു മകനില്ല, എനിക്കങ്ങൊരു മകനില്ല. അപ്പൊ പിന്നെ അവനാരാ? അത് ഞാനെങ്ങനെ അറിയാ? ഈ കളി ഗോവിന്ദ പിള്ളയോട് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് തനിക്ക് വിശ്വാസമായിട്ടില്ല? ഇല്ല, തീരെ ഇല്ല. ഇല്ല. എന്നാ കേക്ക, ഗോവിന്ദപിള്ള പറഞ്ഞത് എന്റെ മോൻ തന്നെയാണ്. അവൻ നിങ്ങളുടെ മകളെ കെട്ടാമെന്ന് പറഞ്ഞതും സത്യമാണ്. എന്നാൽ എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് പറയാൻ സൗകര്യമില്ല. താൻ എന്താ ചെയ്യാൻ ഭാവിച്ചാൽ കൂടി ചെയ്യാ? കട്ടായമാണോ? കട്ടായം. എന്നാൽ ഗോവിന്ദപിള്ളയുടെ തനിനിറം ഇനി നിങ്ങൾ കാണും. നിങ്ങളുടെ മകൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഈ നാട് മുഴുവൻ നാറ്റിക്കും. ഏതായാലും ഇനി കല്യാണം നടക്കാൻ പോകുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം. വാടാ. സ്വാമി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ? നീ ഇവിടെ ഇരിക്കും. ഈ ലോഡ്ജിൽ ഏതോ മുറിയിൽ ഹരിയുണ്ട്. ഞാൻ നോക്കിട്ട് വരാം. ഈ കേസുള്ളവൻ എവിടെ പോയി കിടക്കുന്നു? എന്റെ കൈ കിട്ടിയാൽ അവൻ പോക്ക. എന്താ? ആ ഇടിയൻ ഇവിടെ നിൽക്കുന്നു. ഭാഗ്യം എന്നെ കണ്ടില്ല. നിന്നെ അയാൾക്കറിയില്ല. നീ പോയി അന്വേഷിച്ചു വാ. പേര് കള്ളപ്പേരായിരിക്കും. ഓ, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. വട്ടുമൂത്തന്നാ തോന്നുന്നേ. വട്ടുമൂത്തന്നാ തോന്നുന്നേ. അയ്യോ അയ്യോ അയ്യോ, അനെ കൊല്ലതേ. അയ്യോ, അപ്പൊ സ്വപ്നായിരുന്നു. അപ്പൊ അവരെന്നെ കൊന്നല്ലേ? അയ്യോ, കൊല്ലതേ. അയ്യോ, രേവതി, കുറെ നാളായി പറയണമെന്ന് കരുതി മനസ്സിലൊരു മോഹം ഒളിപ്പിച്ചു വെച്ച് ഞാൻ നടക്കുകയാണ്. എന്താ? വളച്ചുകെട്ടി പറയാൻ തുടങ്ങിയാൽ പറയാനുള്ളത് പറയാൻ കഴിയാതെ വരും. ഒന്നു മാത്രം ഞാൻ പറയാം. ആദ്യം കണ്ടപ്പോഴേ രേവതി എനിക്ക് ഇഷ്ടമായി. എനിക്കൊട്ടും ഇഷ്ടായില്ല. രേവതി വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു പാട്ടുകാരനല്ല. എല്ലാ ജീവിത സൗകര്യങ്ങളുമുള്ള ഒരു വലിയ വീട്ടിലെ കാരണവരുടെ ഏക മകനാണ് ഞാൻ. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എന്നെ വീർപ്പ് മുട്ടിച്ചപ്പോൾ ഒരു ആശ്വാസവാക്ക് പറയാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു അമ്മ പോലും ഇല്ലാത്ത ഞാൻ വീട് വിട്ടോടിയതാണ്. എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? രേവതി എനിക്കൊരു ആശ്വാസമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, എന്നും. മനസ്സിലായില്ല. ഇത്രയും നാൾ നമ്മൾ അഭിനയിച്ചില്ലേ, ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തി. മനസ്സിലായി. ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യണം. സോറി. നീ എന്താണ് ഈ പറയുന്നത്? ഹരിക്ക് ഭ്രാന്ത് പിടിച്ചെന്നോ? ഒരിക്കലും മുറിക്ക് പുറത്തിറങ്ങാറില്ല. കള്ളപ്പേരില്ലാ താമസം. അങ്ങനെ ഒരാളെ ഇവിടെ ഉള്ളൂ. അത് ഹരി തന്നെയാണോ? സ്നേഹിച്ച പെണ്ണ് വഞ്ചിച്ചു എന്നും മറ്റും വിളിച്ചു പറയാറുണ്ട്. അത് നിന്നെ തെറ്റിദ്ധരിച്ചാവും. അയ്യോ കൊല്ലുന്നതിന് ഇടയ്ക്ക് നിലവിളിക്കാറുമുണ്ട്. അത് നിന്റെ അച്ഛന് ഭയന്നാവും. എന്ത് കുന്തമായാലും അയാളെ ഇപ്പോൾ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുക. നാളെ അയാളെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകുമെന്നാ കേട്ടത്. ദൈവമേ, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ? ഞാൻ കാരണമല്ലേ ആ പാവത്തിന് ഇതെല്ലാം സംഭവിച്ചത്? നീ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കരയണ്ട. നടന്നതെല്ലാം ചിലതെല്ലാം പറയാൻ കൂടാ ഞാൻ വന്നത്. ഹരിക്ക് സുഖമില്ല. മുറിയിലേക്ക് പോകൂ. എനിക്കൊരു അസുഖമില്ല. മനസ്സിന് സംഘർഷം കൂടുമ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ രാമുണ്ണിമേനോന്റെ മകനല്ല. ദൈവമേ, സ്വന്തം അച്ഛനെ പോലും മറന്നുപോയോ? ഞാൻ പറഞ്ഞില്ലേ, തലയ്ക്ക് സുഖമില്ലാന്ന് കേട്ടത് ശരിയാ. ഞാനൊരു അനാഥനാണ്. സ്വന്തമെന്ന് പറയാൻ എനിക്ക് ആരുമില്ല.
സത്യം പറയാൻ വൈകിയെങ്കിലും പ്ലീസ് ഹരി, ഹരി മുറിയിലേക്ക് പോകൂ. ഹരിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. ഹരിയെ കൊണ്ടുപോകാൻ ഇപ്പോൾ വീട്ടുകാർ വരും. ഭ്രാന്തോ? എനിക്കോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഭ്രാന്തുള്ളവരെല്ലാം ഇങ്ങനാ പറയുന്നേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് പല്ലിയാൻ തെറിപ്പിക്കും. പെണ്ണാണെന്നൊന്നും ഞാൻ കരുതുകയല്ല. ഏതായി ഞാവാലി? കണ്ടോ പിച്ചുമ്പേയും പറയുന്നത്? കൂടുതൽ ബഹളം വയ്ക്കും മുമ്പ് ഞാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാം. നിൽക്കാനവിടെ അയ്യോ ഞാനിതിനകത്തുണ്ടെന്ന് അറിഞ്ഞാൽ കുഴപ്പമാവും. അയ്യോ അയ്യോ എന്തായാലും ഓടി വരണേ. അയ്യോ നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? അയ്യോ അയ്യോ ഓടി വരണേ. ഇവിടെ എല്ലാത്തിനും ഭ്രാന്ത. കൗസല്യേ, കൗസല്യേ, എവിടെ എവിടെ പോയി കിടക്കുന്നു ശാപം? ഇത് നമ്മുടെ ശ്യാംകുട്ടിയല്ലേ? കാണാനില്ലെന്നു. വീട് വിട്ടിറങ്ങി പോയിട്ട് കണ്ടു കിട്ടുന്നവർ വിവരമറിയിച്ചാൽ 10,000 രൂപ. എന്നാ ഈ 10,000 രൂപ ഞാൻ വാങ്ങിക്കും. ഭ്രാന്തനെ കൊണ്ടുപോകാൻ ആള് വന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണിച്ചല്ലോ. ചെറിയ തോതിൽ കൂക്കി വിളിയൊക്കെ നടത്തി. ഞാൻ ഒലക്ക കൊണ്ട് തലക്കൊന്ന് കൊടുത്തു. പിന്നെ പ്രശ്നമൊന്നുമില്ല. അയ്യോ ചത്തോ? ആ, അത്ര വേഗം ഒന്നും ചാവുന്ന പാർട്ടി അല്ല സാറേ അവൻ. അവനെ പിടിച്ചൊന്ന് വേഗം വണ്ടി കയറ്റണം. അതിന് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പണം. ഹെൽപ്പാ. പെട്ടെന്നാവണം. ഇനി നീ പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. 10,000 രൂപ അകത്ത്. ഞാൻ പോവാ സ്വാമി. പോന്നു. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് എല്ലാം മനസ്സിലായി. പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ട്. കുഞ്ഞിനെ പിടിച്ച് തിരിച്ച് വീട്ടിലേപ്പിച്ചാ 10,000 രൂപ എനിക്ക് കിട്ടും. 10,000 രൂപ കളയല്ലേ കുഞ്ഞ്. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക. എന്നെ പിടിച്ച് വണ്ടി കയറ്റും. ഉപദ്രവിക്കോ? അല്ല നമ്മൾ രണ്ടുപേരും കൂടി എവിടെ? അയ്യോ കാണാനില്ലല്ലോ. പോകാം. കാറ് താഴെ വന്ന് നിൽക്കുന്നു. സ്വയം പോ. എന്നെയാണോ? എന്നെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണല്ലേ? പുല്ലാണ് പുല്ലാണ്, നീലാണ് പുല്ലാണ്. പട്ടാണ് പട്ടാണ് പാട്ടാണ് പട്ടാണ് പാട്ടാണ് പട്ടാളി. പിടിച്ച് താഴേക്ക് അയ്യോ എനിക്ക് ഭ്രാന്തില്ല. അവിടെ അയ്യോ അങ്ങോട്ട് അവ 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 സൈക്കിൾ വാ സൈക്കിൾ വാ സൈക്കിൾ വാ സ്കൂട്ടർ വാ. പൈസ കിട്ടും. രൂപ കിട്ടും. കിട്ടോ? എന്നാ നമുക്ക് 2 കൂടെ പിടിക്കാം. അയ്യോ മല്ലികേ, നമുക്കൊരു അബദ്ധം പറ്റി. ഭ്രാന്ത് ഹരിക്കല്ല, വേറൊരുത്തനാ. അവൻ വട്ടുമൂത്തിറങ്ങി ഓടി. ഹരി, ഐ എം സോറി. ഞാൻ ഹരിയെ തെറ്റിദ്ധരിച്ചു. ഒളിച്ചു താമസിക്കുന്ന ആളെ അന്വേഷിച്ചപ്പോൾ ഈ ഭ്രാന്തം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. ഓ, അതായിരുന്നോ കാര്യം? എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അതൊന്നും സാരമില്ല. നടന്നത് നടന്നു. അടുത്ത പരിപാടി തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ല. നമ്മൾ വിവാഹിതരാകുന്നു. ഓക്കെ ഓക്കെ. ഒന്നിൽ ഞാൻ അല്ലെങ്കിൽ താൻ, അല്ല തന്നെ ഞാൻ ചാവും. ചേച്ചി, നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ച ആളെ കൂട്ടിയാൽ മാനം പോയില്ലേ? പിന്നെ പുറത്തിറങ്ങി നടക്കാൻ ഒക്കുവോ? ഇതിൽ കൂടുതൽ എന്തോന്നു മാനം പോകാൻ? താൻ ഈ എഴുത്തുന്നുണ്ടോ? ഇവളുടെ പൂവാലം കാമുകൻ എഴുതിയിരിക്കുന്നു. അതും എനിക്ക്. ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കടയിൽ വെച്ച് കണ്ടുമുട്ടി ഒന്നു ചേർന്നു പോയി. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങേക്ക് ഈ കത്ത് എഴുതുന്നത്. ഈ ബന്ധത്തിന് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞാനും രേവതിയും നിങ്ങളുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോകാൻ നിർബന്ധിതരാകും. ഓടിക്കോ, ഓടിക്കോ. എന്തിനാ ഒളിച്ചോടുന്നത്? എല്ലാവരുടെയും മുമ്പിൽ കൊടുത്തിട്ട് ഓടിക്കോ. പക്ഷേ അതിനു മുമ്പ് ഞാനും താനും തമ്മിലുള്ള ബന്ധം വേർപെടുത്തണം. ചേട്ടാ, ഇയാൾ ഇത് മനഃപൂർവ്വം ആരെയോ കൊണ്ട്
എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ആ കൊച്ചു പെണ്ണില്ലേ അവളങ്ങോട്ട് എഴുന്നള്ളിക്കാനാ? ദേ അത് നടക്കില്ല. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് 3 കുട്ടികളപ്പുറത്തോ സ്വർണവും പലിശയും തിരിച്ചു കിട്ടണം, അത്രല്ലേ വേണ്ടു. അത്രേ ഏ? മനസ്സില്ല, അതുകൊണ്ട് കേസ് കൊടുക്ക. ഇപ്പൊ താൻ ഈ വീട്ടിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. എന്താ വേണ്ടേ? ചേച്ചി എനിക്കറിയാം, ഈ പറയുന്നത് പോലെ ഒരു ബന്ധവും ചേച്ചിക്കില്ല. ആ മേനോൻ അദ്ദേഹത്തിന് എനിക്കറിയാം, യാതൊരു വൃത്തികേടും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. നിങ്ങളുടെ അറിവിനെ പറ്റി കൂടുതലൊന്നും പറയാതിരിക്കുക നല്ലത്. നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിനെ പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കെയില്ല, അമ്മ വെങ്കന്മാരെ പോലും. സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ നിനക്ക് പുതിയ ലൈൻ ഉണ്ടോന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഓ വക്കീലെ, ഞങ്ങളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. അവനെ ഞാനിവിടെ വരുത്താം. അത് ഞാൻ വിളിക്കാം. അയ്യോ അയ്യോ വേണ്ട 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 മേനോദ്യം മുൻകോപിയാ. ഞാനും കല്യാണിയും അപ്പുറത്തേക്ക് മാറി നിൽക്കാം. മേനോദ്യം ആദ്യമായിട്ട് അവനുമായിട്ടൊന്ന് സംസാരിച്ച് കാര്യത്തിന്റെ കിടപ്പുവശം മനസ്സിലാക്കി ബഹളം കൂടാതെ ഒഴിച്ചുവിടാൻ സാധിക്കുമെങ്കിൽ അതാ നല്ലത്. പാടി.